ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രം അഥവാ ഫെങ്ഷൂയിയെ കുറിച്ചാണ്. അതിഥിയായിത്തിരിക്കുന്നത് പ്രശസ്ത ഫെങ്ഷൂയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. സർ, നമ്മൾ ബാത്റൂമിനെ കുറിച്ച് ടോയ്ലറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വടക്ക് ഭാഗത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വെൽത്ത് കോർണർ ആണല്ലോ, തെക്ക് കിഴക്ക് ആ ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വന്ന അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചാൽ ബെൽറ്റ് കോർണറാണ് സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് ബെൽറ്റ് കോർണർ എന്ന് പറയുന്നത്. അപ്പൊ ആ ബെൽറ്റ് കോർണർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര പൈസ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലും വിട്ടുപോകുന്നൊരവസ്ഥ, അധിക ചെലവ്. അതിനൊക്കെ തന്നെ നമ്മൾ എന്തൊക്കെ ചേർന്നാലും നമ്മുടെ കയ്യിൽ മിച്ചം വയ്ക്കാൻ വരത്തില്ല. അവിടുത്തെ ഗ്രഹനാഥന് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ അത് പറഞ്ഞ് ഭയപ്പെടുത്തല്ല, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള നഷ്ടം, ആ ഒരു രീതിയിലുള്ള ഒരു മൊത്തത്തിൽ സാമ്പത്തിക നഷ്ടം തന്നെ, വരുമാനത്തിലധികം ചെലവ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ തെക്ക് കിഴക്കാണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് റെമഡി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അത് ശരിക്കും വീട് വന്ന് കണ്ടതിന് ശേഷം ഏത് രീതിയിലുള്ള ഷാർച്ചിയാണ് അവിടെ വരുന്നത്, ഏത് രീതിയിലുള്ള പോയിസൺ ആരോയാണ് വരുന്നത്. ഒരു വീട്ടിൽ ഫെങ്ഷൂയി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന പോയിസൺ ആരോസിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല, അത് നിങ്ങൾ വിചാരിച്ച ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഒരു മനുഷ്യന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ പുറന്തള്ളിയതിന് ശേഷം മാത്രമേ അടുത്ത മരുന്ന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ല ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ ഞാൻ എന്ത് കഴിക്കണം, ഈ മരുന്ന് കഴിച്ചോ, അതല്ല. അപ്പൊ ഡോക്ടറെ ചെന്ന് നേരിട്ട് കണ്ടതിന് ശേഷം ഇതാണ് ഇദ്ദേഹത്തിന്റെ അസുഖം എന്ന് നമ്മൾ നിർണ്ണയിക്കപ്പെടുന്നു. അതിനുശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് പറയാം, കോടികൾ വരുന്നു. കോടികൾ എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ കോടി മറ്റൊരു കോടിയിലോട്ട് ഇങ്ങനെ വന്ന് കയറുന്നു. അത് വളരെയധികം നെഗറ്റീവായിട്ട് കാണുന്നു. അതിനൊക്കെ തന്നെ നമ്മുടെ കണ്ണിൽ പെടാത്ത അദൃശ്യമായിട്ടുള്ള ഏഞ്ചൽ അറിയാമല്ലോ, മാലാക, ഏഞ്ചൽ മാലാക. അത് അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയാണ് യേശുദേവന്റെ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളുടെ ശരിക്കും നല്ല കയ്യിൽ ഇങ്ങനെ മണിയായിട്ട് ഇങ്ങനെ നല്ല മ്യൂസിക് കൊണ്ട് നൃത്തം ചെയ്യുന്ന അവരിത്. അപ്പൊ ചില ആൾക്കാർ പറയില്ല, പെട്ടെന്ന് എങ്ങനെയോ ഏതോ രീതിയിൽ എന്നെ അങ്ങ് രക്ഷപ്പെട്ടു. അവിടെ പ്രവർത്തിക്കുന്നത് ശരിക്കും വലതുഭാഗത്തിരിക്കുന്ന ഏഞ്ചലാണ്. ഏഞ്ചലിനെ കണ്ടു അറിയാമല്ലോ ആ ഒരു. പക്ഷെ ഏഞ്ചലിന്റെ രൂപമൊന്നുമില്ല, പക്ഷെ ഒരു സാങ്കല്പികമായിട്ട് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഏഞ്ചൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവർക്ക് ഏറ്റവും വയ്ക്കാൻ പറ്റിയ സാധനമാണ് ഏഞ്ചൽ. അപ്പൊ നമുക്ക് അവരും മറ്റ് സ്റ്റാച്ചു ഒന്നും വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏഞ്ചലിനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഓർമ്മ ഒന്നുണ്ടെങ്കിൽ പറഞ്ഞു പോയതാണ്, നമ്മുടെ വിഷയം തന്നെയായിരുന്നു. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇപ്പൊ പൊതുവെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 rod ബെൻഡ് ചെയിൻ, 5 ദണ്ടുകളുള്ള ചെറിയൊരു ബെൻഡ് ചെയിൻ അതിനകത്ത് ഹാങ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ തെക്ക് കിഴക്കായി. അടുത്ത് വരുന്ന കിഴക്കാണ്. അപ്പൊ കിഴക്ക് വശത്താണ് കക്കൂസ് വരുന്നതെങ്കിൽ അവിടുത്തെ രണ്ടാമത്തെ ആൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ, അതിനൊക്കെ തന്നെ രോഗങ്ങൾ. കാരണം കിഴക്കെന്ന് പറയുന്ന വുഡിന്റെ സാധനമാണ്, നല്ല മരത്തിന്റെ സ്ഥാനമാണ്. അപ്പൊ ആ സ്ഥാനത്തിന് നമുക്ക് പോസിറ്റീവ് ആക്കി വെച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് വെച്ച് വന്ന ആരോഗ്യപരമായിട്ടും രണ്ടാമത്തെ ആൺകുട്ടിക്കും വീട്ടിലുള്ളവർക്കും വളരെ അസുഖങ്ങൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വെച്ചു കൊടുക്കാം, ഒരു ചെറിയ ചെടി, ഒരു പാത്രം കല്ലുപ്പ്, നിസ്സാരമായ കാര്യമാണ്. ചെടി എന്ന് പറയുമ്പോഴത്തേക്കും മണി പ്ലാന്റ് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ആവശ്യം പോലെ ഉണ്ടല്ലോ തഴച്ചു വളരുന്ന. അപ്പൊ അതിനവിടെ വെച്ച് കൊടുക്കാം കിഴക്ക് വശത്തായിട്ട്. അപ്പൊ അത് ചെയ്ത് കൊടുത്താൽ അതായി. അടുത്ത നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നിഷ. എവിടെ നിന്നാണ്? ഞങ്ങൾ പുക്കാട്ടുപടി. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. സാറ്, ഞങ്ങള് എന്റെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് സെപ്റ്റി ടാങ്ക് വന്നേക്കണേ. അപ്പൊ അത് ദോഷാണെന്ന് ഇപ്പൊ ഇത് കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ അത് എങ്ങടെയൊക്കെ ഏത് സ്ഥലത്താ നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, അത് ചോദ്യം. അതിനിപ്പോ എനിക്ക് വരുന്നത് വടക്ക് കഴിഞ്ഞു കിഴക്ക് കഴിഞ്ഞു. വടക്ക് കിഴക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേട്ടോണ്ടാ മതി. എന്ത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ സ്ഥലം ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഒരു വാസസ്ഥലത്തിന്റെ പ്രകൃതിയെ പോസിറ്റീവ് ആക്കി കൊണ്ടുവരാൻ ഫെങ്ഷുയിക്കുള്ള കഴിവുണ്ട്. അതായത് ക്ഷയിച്ചു പോയ ജീവശക്തിയെ ചൈതന്യവത്താക്കുവാൻ ഫെങ്ഷുയിക്ക് കഴിവുണ്ട്. മനസ്സിലായി? അതിന് നമുക്ക് നേരിട്ട് ഇതിലേക്കുള്ള ചോദ്യമല്ല വേണ്ടത്, നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. എങ്കിലും പൊതുവേ ഉള്ള റെമഡി ഞാനിപ്പോ പറയുന്നുണ്ട്, തുടർന്ന് കേട്ടോളൂ. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് വടക്ക് കിഴക്കാണ്. അപ്പൊ അവർ ചോദിച്ചത് വടക്ക് കിഴക്കാണ്. അപ്പൊ ഈ വടക്ക് കിഴക്കാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, ഒരു ടെൻഡൻസി ഉണ്ടാവില്ല പഠിക്കണമെന്നുള്ള. എത്ര നല്ല പോലെ പഠിക്കണമെന്നൊന്നില്ല, ആ കുട്ടി വളരെയധികം ബേക്കായി പോകും.
വിദ്യയുടെയും ബുദ്ധിയുടെയും കുടിവെള്ളത്തിന്റെ ഒക്കെ സ്ഥാനമാണ് ഈ വടക്കുകിഴക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു കാരണവശാൽ ഇപ്പൊ ഇവരുടെ വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങളുള്ള വീടാണിത്. അപ്പോൾ ഇത് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ചെയ്യേണ്ടത് ഫയറായിട്ടുള്ള വിൻഡ് ചെയിം, 5 എണ്ണമുള്ള ഒരു വിൻഡ് ചെയിമാണ് അവിടെ വെക്കേണ്ടത്. ആ ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ദോഷങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ, തൈരിലെ പുളി മാറ്റിയത് കണക്ക് കുറച്ച് ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുളിപ്പ് പിടിച്ച് മാറ്റുന്നത് പോലെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചാർട്ട് വരച്ച് ഏത് ഇയറിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ആ വീട്ടിലെ ഗൃഹനാഥന്റെ നോക്കി ഓരോ വ്യക്തികളുടെയും കോൺ നമ്പർ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികളും കിടക്കേണ്ടത് എവിടെയാണ് തലവെക്കേണ്ടത്, ഏത് റൂമിലാണ് അവർ കിടക്കണം. അതായത് നമ്മൾ പറയപ്പോഴത്തേക്കും മൊത്തമായിട്ട് ഒരു ബിൽഡിംഗ് ഇപ്പൊ ഈ നമ്മുടെ ഈ ജയ്ഹിന്ദിന്റെ ഈ ഓഫീസുള്ള ഈ കെട്ടിടത്തെ സമുച്ചയത്തിന് മൊത്തമായിട്ട് പറയുന്നത് ബിഗ് തായ് ചി എന്ന് പറയും. ബിഗ് തായ് ചി എന്നാണ് പറയുന്നത്. ബിഗ് വളരെ വലിയ തായ് ചി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഓഫീസിന് മാത്രമായിട്ട് പറയുന്നത് സ്മാൾ തായ് ചി. ഇപ്പൊ ഈ ഓഫീസിലിരിക്കുന്ന നമ്മുടെ റിയാസിന് അല്ലെങ്കിൽ സുധീർ സാറിന് പറയുന്നത് ആ ഇരിക്കുന്ന ഓഫീസിന് നമ്മൾ പറയുന്നത് പേഴ്സണൽ തായ് ചി. അപ്പൊ റിയാസ് ഇരിക്കുന്ന അല്ലെങ്കിൽ സുധീർ സാർ ഇരിക്കുന്ന റൂമിനകത്താണെങ്കിൽ നമുക്ക് സ്മാൾ തായ് ചി ചെയ്തു കൊടുത്താൽ പേഴ്സണലായിട്ട് അവർക്ക് മാറ്റം ഉണ്ടാവും. അപ്പൊ ഒരു വീട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് പഠിക്കുമ്പോൾ അവിടെ വിവാഹം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ വിവാഹത്തിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വിവാഹത്തിന്റെ മൂല, റിലേഷന്റെ മൂല ആ ഒരു കോർണർ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്, കന്നിമൂല ഭാഗത്തിലാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പൊ ആ കന്നിമൂല ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കും, ആ വീട്ടിലെ സൗന്ദര്യ പ്രശ്നങ്ങൾ തീരും, തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ അവസാനിപ്പിക്കാം എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം അതിന്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ആ കോർണറിനെ ആക്റ്റീവ് ആക്കുക. സൗത്ത് വെസ്റ്റ്. അപ്പൊ മൊത്തമായിട്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും ആണെങ്കിൽ എല്ലാവർക്കുമാണ് വേണ്ടി ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ വീടിന്റെ ഹാളിനെ നമ്മൾ ആക്റ്റീവ് ആക്കും. ഹാളിനകത്ത് നമ്മൾ വേണ്ട ഫെങ്ഷുയി റെമഡികളെ അനുസരിച്ച് എവിടെ എന്ത് വരുന്നു എല്ലാവർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ബാധകമാണത്. എല്ലാവർക്കും നല്ലതിന് വേണ്ടി അത് ചെയ്യും. അഥവാ ഒരു വ്യക്തിയുടെ ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി കിടക്കുന്ന റൂമിന്റെ ഏത് ഭാഗത്താണോ അവരുടെ ലവ് ഏരിയ ഏത് ഭാഗത്താണോ ഇല്ലെങ്കിൽ വെഡിങ് ഏരിയ ഏത് സ്ഥലത്താണോ ഏത് കോർണറിലാണോ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആക്റ്റീവ് ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ വിവാഹം നടന്നു പോകുന്നു. അതൊക്കെ നമുക്ക് വിചാരിക്കുന്നത് ശരിക്കും നമുക്ക് മറ്റേ ക്രിസ്റ്റലുകൾ, ഇപ്പൊ ഓരോ മൂലകൾക്കും ഓരോ മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങൾ നമ്മൾ വെച്ച് കൊടുത്ത് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഫെങ്ഷുയി ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ ഫെങ്ഷുയി എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുന്നതും. അത് ഏതൊരു കാര്യമാണോ മനുഷ്യൻ നല്ലതായിട്ട് തോന്നുന്നത് അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് ഇതിന്റെ അകത്തുള്ള കുറെ കള്ളത്തരങ്ങൾ, പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കുറെ സാധനങ്ങൾ വെക്കലല്ല ഫെങ്ഷുയി എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു സാധനങ്ങളും ഇല്ലാതെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പൊ അടുത്ത വരുന്നത് പടിഞ്ഞാറാണ്. അപ്പൊ ഈ വടക്ക് ഇവിടെ നിന്ന് സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് സൗത്ത് വെസ്റ്റ് അങ്ങനെ കല്യാണം നടത്തി അതിന്റെ റെമഡി ഞാൻ പറഞ്ഞില്ല. അതിന്റെ റെമഡി ആയിട്ട് എനിക്ക് പറയാനുള്ള അവിടെ ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ എർത്ത് മണ്ണിന്റെ ഭൂമിയുടെ സ്ഥാനമാണ്. അപ്പൊ അവിടെ മണ്ണ് വെച്ച് വീണ്ടും പോസിറ്റീവ് ആക്കേണ്ടതില്ല. അവിടെ ചെയ്യേണ്ടത് അങ്ങനെ വിവാഹം നടന്നില്ലെന്നെങ്കിൽ നല്ല മണമുള്ള കുറച്ച് പൂക്കൾ. അപ്പൊ കക്കൂസിനകത്ത് പൂ വയ്ക്കുന്നതിന്റെ പ്രായോഗികത അത് വേറെയാണ്, വിരുദ്ധമായ രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അവിടെ കുറച്ച് പൂ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ഒരു ചെടിയും. അപ്പൊ ജീവൻ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്ഷയിച്ചുപോയ ജീവശക്തിയെ ചൈതന്യവത്താക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനുള്ള കഴിവാണ് ഫെങ്ഷുയിക്കുള്ളത്. അപ്പൊ പോയിക്കോളിട്ട് നല്ലൊരു ഇതായിട്ട് മാറുന്നത്. പൂക്കൾ ഫ്ലവേഴ്സ് അധികമാകാൻ പാടില്ല, കുറച്ച്. അപ്പൊ ഈ വിഭാഗത്തിന്റെ നല്ലൊരു ബന്ധങ്ങൾ നടന്നു പോകും. പിന്നെ നേരിട്ട് കാണപ്പെടുത്തേക്ക് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്റേത് രീതിയിൽ. ഭാരതീയ വാസ്തുവിൽ ഊന്ന് നിന്നുകൊണ്ടല്ലാതെ ഞാൻ ഫെങ്ഷുയി ചെയ്യേയില്ല. പക്ഷെ നല്ല ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി പല രീതിയിലുണ്ട്. ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ ഇത്രയും 6 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇത് കടന്നിട്ടില്ല അതിലോട്ട്. അതിന്റെ ചില റെമഡികൾ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം 2014 വരുന്ന ഹോഴ്സ് ഇയർ ആണ് വരാൻ പോകുന്നത്. അപ്പൊ അവിടെ മുതൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം. അത് വളരെയധികം രസകരമാണ് കേട്ടുകൊണ്ടിരിക്കാനും. അതിന്റെ റെമഡികൾ ഇപ്പൊ തന്നെ പടിഞ്ഞാറ് വശത്ത് ഇപ്പൊ ആൾക്കാർക്കെല്ലാം വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വടക്ക് വശം, ഇപ്പൊ തെക്ക് വശം. ഇപ്പൊ ഉദാഹരണത്തിന് തെക്ക് വശത്താണ് കക്കൂസ് നിൽക്കുന്നത്. ആ വീട്ടിലുള്ളവരെ പറ്റിയിട്ട് അത് അപകീർത്തി, ദുഷ്പേരുകൾ, കുപ്രചരണം, പ്രശസ്തി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രസക്തിയിലോട്ട് മാറിപ്പോകും. അപ്പൊ തെക്കെന്ന് പറയുന്നത് ഫയർ, അഗ്നിയുടെ സ്ഥാനമാണ്. അപ്പൊ അവിടെ എന്താ അവിടെ വീണ്ടും തീ വെച്ചു കൊടുക്കലായിരുന്നു. ആ ഫയറിനെ കുറച്ച് ശക്തി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു നീല ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം അവിടെ വെച്ച് കൊടുക്കും. അതിന്റെ റെമഡി അതാണ്. തെക്ക് വശത്ത് കക്കൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട റെമഡി എന്ന് പറയുന്നത് സൗത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക.
അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് 8 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് ചെയ്യണം. പക്ഷേ ഇത് എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു വീട് നേരിട്ട് കാണാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് എനർജി, സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യവും സന്തോഷവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട് നേരിട്ട് കാണുകയും ആ വീട്ടിൽ നിൽക്കുന്ന നെഗറ്റീവ് ഷാർച്ചി ആദ്യം പുറന്തള്ളിയിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി, അതായത് ആ സ്ഥലത്തുള്ള ആ പ്രകൃതിയിലുള്ള നല്ല വശങ്ങളെ, നല്ല പ്രകൃതിക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്നവയെല്ലാം പുറന്തള്ളുക. ചവിട്ടി പുറന്തള്ളിയതിനു ശേഷം നല്ല പോസിറ്റീവ് എനർജി ആ വീട്ടിനകത്തോട്ട് വരുന്ന ഒരു രീതിയാക്കി നമ്മൾ മാറ്റണം. അപ്പോൾ ഒരു വീട് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാ വീട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാ ഡോറുകളും എല്ലാം ഇങ്ങനെ തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ നല്ല എനർജി അതിനകത്തോട്ട്, നല്ല യാങ് ചി ആ വീട്ടിനകത്തോട്ട് കടന്നു വരുന്ന രീതിയിൽ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് എന്നതിന് ശേഷം നല്ല ഒരു കുന്തിരിക്കമോ മറ്റു കട്ടയോ എല്ലാ റൂമിനകത്തോണ്ട് പോയിച്ചു കൊടുക്കുക. അതുമല്ലെന്നുണ്ടെങ്കിൽ മണി ഉണ്ടല്ലോ, നമ്മളെ ഓം ബെല്ലുണ്ടല്ലോ, ഓം ബെൽ അല്ലെങ്കിൽ ടിബറ്റൻ മണി എന്ന് പറയും. അപ്പോൾ ഓം എന്നുള്ള ഒരു മണി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അത് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തിനെ എല്ലാം ഉണർത്തുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. തീർന്നു സാർ. ഓക്കെ സാർ, നമുക്ക് സമയം കഴിഞ്ഞു. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഗൃഹപാഠത്തിലൂടെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.